തിരുവനന്തപുരം സെൻട്രലിലെ ആ പഴയ പ്ലാറ്റ്ഫോമുകൾക്കും പാളങ്ങൾക്കും പറയാനുണ്ടാകും പതിറ്റാണ്ടുകളായി ഇവിടെ സാക്ഷ്യം വഹിച്ച രാഷ്ട്രീയ മാറ്റങ്ങളുടെ കഥകൾ. ആ തിരക്കുകൾക്കിടയിലൂടെ ചിന്തിക്കുന്ന മുഖവുമായി നടന്നു നീങ്ങുന്ന ഒരാളുണ്ട്. വാക്കുകൾ കൊണ്ട് വിപ്ലവം തീർത്ത കേരള രാഷ്ട്രീയത്തിലെ തന്ത്രജ്ഞനായ രാഷ്ട്രീയ നായകൻ CP ജോൺ. കേരളത്തിലെ ഇടതുപക്ഷ സംസ്കാരം വല്ലാതെ ജീർണിച്ച കാലത്ത് അതിൽ നിന്ന് പുറത്തേക്കിറങ്ങുകയും അതൊരു വളരെ വരട്ടുവാദപരവും വലതുപക്ഷവുമായി മാറി എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്ത അപൂർവമായൊരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് CP ജോണിനെ പോലെ ഇത്രയും രാഷ്ട്രീയമായ അവബോധവും ജനകീയമായ ഉത്തരവാദിത്വമുള്ള ഒരു നേതാവ് ഇതുവരെ നിയമസഭയിൽ എത്തിയില്ല എന്നുള്ളത് വാസ്തവത്തിൽ കേരളത്തിലെ ജനതയ്ക്കും നമ്മുടെ നിയമസഭയ്ക്കും തന്നെ വലിയ ക്ഷീണമാണ്. അതുകൊണ്ട് ആ ക്ഷീണം അല്ലെങ്കിൽ ആ നിയമസഭയെ കൂടുതൽ കേരള നിയമസഭയുടെ ചരിത്രം കൂടുതൽ മഹത്തായി മാറാനായിട്ട് കൂടുതൽ കേരളീയമായൊരു ജനാധിപത്യ പാരമ്പര്യത്തിൻ്റെ അകത്ത് ഉള്ള നമ്മുടെ ആ ഒരു കരട് മാറ്റാനായിട്ട് തന്നെ ഇത്തവണ ജോൺ എന്തായാലും നിയമസഭയിലെത്തണം. വളരെ സന്തോഷം. ആദ്യം ഞാൻ വളരെ നേരത്തെ അറിഞ്ഞു. ഒരു ടിപ്പിക്കൽ പൊളിറ്റീഷ്യൻ, സാധാരണ രാഷ്ട്രീയക്കാരനല്ല. കാരണം ജോൺ ഇടപെടുന്ന ആൾക്കാർ, അതുപോലെ ജോണിന് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡുകളെല്ലാം ഒരു ടിപ്പിക്കലായിട്ടൊരു പൊളിറ്റീഷ്യൻ്റെ ഫീൽഡല്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇത്രയും കാലം രാഷ്ട്രീയത്തിലിരുന്നിട്ടും യാതൊരു കറപ്ഷൻ ആരോപണങ്ങളും ജോണിനെതിരായിട്ട് വന്നിട്ടില്ല. ജോണിനെ പോലെ ഒരേ സമയം വളരെ എല്ലാത്തരം മനുഷ്യരുമായിട്ടുള്ള ജനകീയമായ ബന്ധമുള്ള ഒരാളും അതേസമയം ധൈഷണികമായി ഇന്ത്യയിലെയോ ലോകത്തിലെയോ തന്നെ രാഷ്ട്രീയ നൈതികതയ്ക്കിടെ ഏത് കാര്യത്തിൽ ഇടപെടാൻ കഴിവുള്ള സൈദ്ധാന്തിക ധൈഷണിക ബലമുള്ള ഒരാളും ഈ രണ്ട് റേഞ്ചിലുമുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവ് എന്ന് വാസ്തവത്തിൽ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ അപൂർവമാണ്. കേരളത്തിൽ അങ്ങനെ ഒരാളില്ലെന്ന് തന്നെ പറയാം ഈ കാലത്ത്. അങ്ങനെയുള്ള ജോൺ ഈ നമ്മുടെ മുഖ്യധാര ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്നതിൻ്റെ ജീർണതകൾക്കെതിരായി നടത്തിയ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ജോൺ ഇതുവരെ നിയമസഭയിൽ എത്തായിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇത്തവണ ജോൺ നിയമസഭയിൽ എത്തണം. തിരുവനന്തപുരം സെൻട്രലിൽ വളരെ പ്രബുദ്ധരായ എല്ലാ തലമുറയിലും പ്രത്യേകിച്ചും ചെറുപ്പക്കാരായ പുതിയ ആളുകൾ ജോണിനെ മനസ്സിലാക്കണം എന്നാണ് ഞാൻ അവരുടെയും കൂടെ താല്പര്യത്തിൽ ജോൺ നിയമസഭയിൽ എത്തും ഞാൻ പ്രതീക്ഷിക്കുന്നു. CP ജോൺ കാരണം പറയണമല്ലോ ഫ്രണ്ട്സിനോടും കേട്ടോ. ഞാൻ വന്നിരുന്നു ചാനലുകളിലെ രാഷ്ട്രീയ ചർച്ചകളിൽ ഏറ്റവും ബുദ്ധിപൂർവമായി സംസാരിക്കുന്നവരിൽ ഒരാളാണ് ജോണ്. നിയോ ലിബറൽ ഭാഷയിൽ ഇവിടെ എല്ലാം ശരിയായി, ഇനി ഇവിടെ ഒരു പ്രശ്നമില്ല എന്ന ക്യാമ്പയിൻ ചെയ്ത് വോട്ടുണ്ടാക്കുക എന്ന് ചുരുങ്ങിയ വഴിയിൽ കൂടെ പോവുകയാണ്. ഏറ്റവും കൂടുതൽ അൺടുവേർഡ് ഇൻസിഡൻസ് പെർ ഡേ റിപ്പോർട്ട് ചെയ്ത പോലീസ് ഹിസ്റ്ററി എന്നാണ് അലക്സാണ്ടർ ജേക്കബിനോട് പറഞ്ഞത്. ഒരു ദിവസം ഏറ്റവും കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള CMP ഫോർമേഷന് ശേഷം ഏതാണ്ട് 6 മാസം. CPM ഒരു ഭരണകക്ഷി എന്ന രീതിയിൽ അവരുടെ ആളുകളെയൊക്കെ സംരക്ഷിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവർക്കാണ് ഈ ക്രിമിനലുകളുടെ ഇടയിലുള്ള ഏറ്റവും വലിയ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. ജോണിനോട് കേരളം നീതി പുലർത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ശരിക്കും ജനങ്ങളെ കൂട്ടിപ്പിടിച്ച് അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ തദ്ദേശ തലത്തിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഉണ്ടായി വരുന്ന പുതിയ തരം രാഷ്ട്രീയ പ്രവണതകളെയും നയരൂപീകരണ പ്രവണതകളെയും തിരിച്ചറിഞ്ഞ് അവയെ രാഷ്ട്രീയമായി സമീപിച്ച് ജനങ്ങൾക്ക് ഉതകുന്ന തരത്തിൽ മാറ്റി തീർക്കാനുള്ള ശേഷിയുള്ള ഒരാളാണ് CP ജോൺ. തിരുവനന്തപുരം അസംബ്ലി മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുകയാണ് ഞാൻ. ഈ മണ്ഡലം കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. പൗരാണികമായ സുപ്രസിദ്ധമായ ഒരു നഗരമാണ്. ഈ നഗരത്തിന് അതിൻ്റേതായ പാരമ്പര്യവും അഭിമാനവും ഉള്ളപ്പോൾ തന്നെ നിരവധി പ്രശ്നങ്ങളുമുണ്ട്. നമ്മുടെ കടൽ തീരം അങ്ങേയറ്റം വറുതിയിലാണ്. കരയെ കാർന്നു തിന്നുന്ന അറബിക്കടൽ ഒരു ഭാഗത്ത്, ദാരിദ്ര്യവും പട്ടിണിയും മറുഭാഗത്ത്. അത് അവസാനിപ്പിക്കണം. അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തണം. ഒപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഈ ഭരണശിലാകേന്ദ്രത്തിൽ കാർമേഘം വരുമ്പോഴേക്കും വെള്ളക്കെട്ടുകൾ
നമുക്ക് കാണാം തമ്പാനൂരും മറ്റും. തിരുവനന്തപുരത്തെ സാഹചര്യം ഇന്നലെ അതീവ ഗുരുതരമായിരുന്നു. വീടുകൾ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രദേശമായ രാജാജി നഗർ പോലുള്ള കരിമടം പോലുള്ള പ്രദേശങ്ങളിലെ തൊഴിലാളികൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളിൽ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തണം. ചെറുകിട കച്ചവടക്കാരും അവരുടേതായ പ്രശ്നങ്ങളിലാണ്. പലർക്കും ബിസിനസ്സില്ല. ഒപ്പം തന്നെ അവരെടുത്ത ലോണുകൾ അവരെ തുറച്ചു നോക്കുകയാണ്. ഒരു പുതിയ തലമുറയ്ക്ക് എങ്ങോട്ട് പോകണമെന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്നു. ഒരു കാലത്ത് സ്വാതി തിരുനാളിൻ്റെ കാലം മുതൽ ആരംഭിച്ച യൂണിവേഴ്സിറ്റി കോളേജും 19-ാം നൂറ്റാണ്ടിൽ തന്നെ ആരംഭിച്ച വിമൻസ് കോളേജും ആർട്സ് കോളേജും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസം ഒരു വലിയ പ്രതിസന്ധിയിലാണ്. ലോകപ്രസിദ്ധമായ സർവകലാശാലകളെ ഇവിടെ കൊണ്ടുവരണം. അത് ഒരു ജനപ്രതിനിധിക്ക് മാത്രം കഴിയുന്ന കാര്യമല്ല എന്നെനിക്കറിയാമെങ്കിലും എൻ്റെ പരിശ്രമം അതിനുമുണ്ടാകും. ആൽബർട്ട് ഐൻസ്റ്റീനെ ക്ഷണിച്ച നഗരമാണ് കേരള സർവകലാശാലയ്ക്ക് വേണ്ടി. അതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കണം. ഒപ്പം തന്നെ ഏറ്റവും വലിയ പ്രശ്നമായി നമുക്ക് കാണാൻ കഴിയുന്നത് കുടിവെള്ളം കിട്ടുന്നില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റും താമസിക്കുന്ന ഭവനങ്ങളിൽ വെള്ളമില്ല. രാജാജി നഗറിൽ വെള്ളമില്ല. ഇവിടെ വഴുതക്കാട് വാർഡിൽ വെള്ളമില്ല. ഒരു സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നെങ്കിലും വെള്ളം കൊടുക്കുന്ന കാര്യത്തിൽ അതൊട്ടും സ്മാർട്ടല്ല. ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇടിഞ്ഞു വീഴാറായ കൊച്ചു ഭവനങ്ങൾ മെച്ചപ്പെടുത്താനുണ്ട്. എല്ലാ മേഖലകളിലും, സ്കൂളുകളിലും കോളേജുകളിലും ആശുപത്രികളിലും എല്ലാം മെച്ചപ്പെടൽ ആവശ്യമുണ്ട്. മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിയും ഈ മണ്ഡലത്തിലല്ലെങ്കിൽ പോലും ഈ മണ്ഡലത്തിൻ്റേത് കൂടിയാണ്. അവിടെ മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ ഭവന നിർമ്മാണ രംഗത്തുമെല്ലാം വലിയ മാറ്റങ്ങൾ വരുത്തുവാനാണ് ഞാൻ പരിശ്രമിക്കുക. ശ്രദ്ധിക്കണേ കേട്ടോ. പിന്നെ കാണാം. CP ജോണിനെ പോലെയുള്ളവർ കേരള നിയമസഭയിൽ അംഗമായി വരേണ്ടവരാണെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും. അതുപോലെ തന്നെ ജോണിനെ ഞാൻ അടുത്ത് ഇടപഴകുന്നത് അദ്ദേഹം പ്ലാനിംഗ് ബോർഡിലെ മെമ്പറായിരുന്ന കാലത്താണ്. ഞാനന്ന് വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ്റെ ചുമതലക്കാരനായിരുന്നു. ഒരു കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ഗുണദോഷങ്ങൾ താരതമ്യപ്പെടുത്തി ചിന്തിക്കാനും നമ്മളോട് യോജിക്കാനും വിയോജിക്കുവാനും ജോണിന് കഴിയും. ജോൺ നമ്മളോട് വിയോജിക്കുമ്പോൾ ആ വിയോജിപ്പിനും ഒരു അന്തസ്സുണ്ടാകും. ഞങ്ങൾക്കും വെള്ളം കിട്ടുന്നില്ല. പൂനെയിലെ ചലച്ചിത്ര വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് കേരളത്തിൽ തിരിച്ചെത്തി. ആ സമയത്ത് കോട്ടയത്തെ CPMൻ്റെ പാർട്ടി ഓഫീസിൽ വെച്ചാണ് CP ജോണിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് പരിചയമുള്ള രോഗിക്ക് വളരെയധികം സാമ്പത്തിക സഹായം ആവശ്യമായിരുന്നു അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ പലരും കൂടി ആലോചിച്ച് എങ്ങനെയാണ് അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റുക എന്നുള്ള ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ അത്രയും സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഈ വിവരം CP ജോണിനോട് പറഞ്ഞപ്പോൾ CP ജോൺ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അടുത്ത് നേരിട്ട് പോയിട്ട് സംസാരിക്കുകയും ഞങ്ങൾ ചെറിയൊരു സഹായമൊക്കെ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഗവൺമെൻറ് കൊടുക്കുന്ന ഗ്രാൻറ്റിൽ നിന്ന് പൂർണ്ണമായിട്ടും അവരുടെ ചികിത്സയ്ക്കുള്ള പൈസ കൊടുക്കണം എന്നുള്ള ഓർഡർ ഇടിയുകയും ചെയ്തു. ഇതാണ് CP ജോണിൻ്റെ ഒരു മനുഷ്യ സഹായി എന്നുള്ളത് മാത്രമല്ല, നമ്മളൊരു സ്നേഹബന്ധം മാത്രമല്ല, അത് എത്രമാത്രം സഹായിക്കാൻ കഴിയും എന്നുള്ള CP ജോണിൻ്റെ ഒരു പ്രത്യേക ഒരു കഴിവാണ്. തൻ്റെ മാതൃസംഘടനയായ മാർക്സിസ്റ്റ് പാർട്ടിയെ ബാധിച്ചിട്ടുള്ള ജീർണത അത് യഥാസമയം കണ്ടറിയുകയും ആ പാർട്ടിയിൽ നിന്ന് പുറത്തു കിടക്കുകയും ഒരു തിരിത്രശക്തിയായി മാറാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പുതിയ പാർട്ടിക്ക് രൂപം നൽകുകയും ചെയ്തതിൽ പ്രധാനിയായിരുന്നു CP ജോൺ. പക്ഷേ എനിക്ക് ജോണിൽ കണ്ട വലിയൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ജോൺ പലപ്പോഴും ഒരുപാട് ഐഡിയാസ് വരുന്നൊരു മനുഷ്യനാണ്. കാരണം ആദ്യമായിട്ട് കേരളത്തിലെ ഓണേഴ്സ് പ്രോഗ്രാംസ് നമ്മുടെ തിരുവനന്തപുരം വിമൻസ് കോളേജിലും മഹാരാജാസിലും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ജോണിൻ്റെ ആ ഒരു ഇനിഷ്യേറ്റീവ് കൂടിയാണ്. ഞങ്ങളൊന്ന് ഒരുമിച്ച് പ്ലാനിങ് പോകാറ്. പക്ഷേ ജോണിൻ്റെ വലിയ ഇൻട്രസ്റ്റ് ഏരിയാസ് അഗ്രികൾച്ചറും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റും കോപ്പറേറ്റീവ്സും അതുപോലെ തന്നെയാണ് ബാംബു. ജോണിൻ്റെ നമ്മളൊരു തമാശക്കെങ്കിലും ഞാൻ പറയാറുണ്ട്, ജോണിൻ്റെ ഒരു വീക്ക്നെസ്സാണ് ബാംബു. ശരിക്കും കേരളം 2030 എന്താകണമെന്നുള്ള രീതിയിലുള്ള ഒരു പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് ബോർഡ് ശ്രീ KM ചന്ദ്രശേഖരൻ്റെ കീഴിൽ പ്ലാനിംഗ് ബോർഡ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ജോണായിരുന്നു.
ആ പ്ലാൻ അന്ന് പലരും എതിർത്തെങ്കിലും അത് കഴിഞ്ഞിട്ട് വന്ന ഗവൺമെൻറ്റുകൾ ആ പ്ലാനിലുള്ള പല കാര്യങ്ങളും അവർ ആ പ്രോഗ്രാംസുമായിട്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ കപ്പലാണ് അടയാളം, ചിഹ്നം കപ്പൽ, ഷിപ്പ്. പോട്ടെ, ശരി. രാഷ്ട്രീയം, ധനകാര്യം, സാംസ്കാരിക രംഗം തുടങ്ങിയവയെല്ലാം കുറിച്ച് വിട്ടുവീഴ്ചയില്ലാത്തതും ധാർമ്മികവും ശരിയായതുമായ നിലപാടുകളുള്ള രാഷ്ട്രീയ നേതാവാണ് CP ജോൺ. അതുകൊണ്ട് തന്നെ കേരള നിയമസഭയിൽ CP ജോൺ ഉണ്ടാകണമെന്നും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ജനാധിപത്യ അവകാശങ്ങൾ, അടിസ്ഥാനപരമായ പൗരസ്വാതന്ത്ര്യം, ഇതെല്ലാം ധ്വംസിക്കപ്പെടുന്ന ഒരു പൊതു പരിസരത്തിലാണ് നാം എല്ലാം നിൽക്കുന്നത്. ഇത് രാഷ്ട്രീയത്തിൻ്റെ അങ്ങേയറ്റത്തെ വലതുഭാഗത്തും ഒപ്പം ഇടതുഭാഗത്തും നിലയുറപ്പിച്ചിട്ടുള്ള പല രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. മനുഷ്യൻ്റെ ചിന്താജീവിതത്തെ ഞെരിക്കുന്ന, സ്വതന്ത്ര ചിന്തയ്ക്ക് ഇടമനുവദിക്കാത്ത, അഹങ്കാരവും ധാർഷ്ട്യവും മുറ്റിയ വായ്ത്താരി നമ്മുടെ രാഷ്ട്രീയ പൊതുജീവിതത്തിൽ ഏറി വരികയാണ്. ഇതിനെ ചെറുത്തു നിൽക്കാൻ പര്യാപ്തമായ സ്വരങ്ങൾ ഉയർന്നു വരേണ്ടത് ആവശ്യമാണ്. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജോണിൻ്റെ സ്വരമെന്ന് ഞാൻ കരുതുന്നു. ശരിക്കും ജോൺ ജയിച്ചു വരികയാണെങ്കിൽ തിരുവനന്തപുരം നഗരത്തിന് ഒരു വലിയൊരു അനുഗ്രഹമായിരിക്കും അത്. കാരണം ഒരുപാട് കാര്യങ്ങൾ തിരുവനന്തപുരത്തിന് വേണ്ടി ചെയ്യാൻ ജോണിനെ കൊണ്ട് സാധിക്കും. വീണ്ടും പറയട്ടെ, ജോണിനെ പോലെയുള്ളവർ കേരള നിയമസഭയ്ക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. ഒരു പുതിയ ഭാവിക്ക് വേണ്ടി, ഒരു പുതിയ യുഗത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം. അതിനുവേണ്ടി എനിക്ക് വോട്ട് ചെയ്യണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. എൻ്റെ ചിഹ്നം കപ്പലാണ്, ഷിപ്പ്. അത് പ്രതീകാത്മകമായൊരു ചിഹ്നമാണ്. ഒരു വലിയ തുറമുഖ നഗരമാവുകയാണ് തിരുവനന്തപുരം വിഴിഞ്ഞത്തോടുകൂടി. ആ വലിയ വളർച്ചയിൽ പങ്കാളിയാവാൻ, നമ്മുടെ നഗരത്തെ കുതിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാവരുടെയും സഹായം ആവശ്യമുണ്ട്. അതിന് കപ്പലടയാളത്തിൽ വോട്ട് ചെയ്ത് എളിയ രാഷ്ട്രീയ പ്രവർത്തകനായ, സാമൂഹ്യ പ്രവർത്തകനായ എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് വെറുമൊരു തിരഞ്ഞെടുപ്പല്ല, തിരുവനന്തപുരത്തിന്റെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാനുള്ള യാത്രയാണ്. അനുഭവ സമ്പത്തും പുതുകാഴ്ചപ്പാടുകളും കൈകോർക്കുമ്പോൾ വരാനിരിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ കാലം. കൂടെയുണ്ടാകണം CP ജോണിനൊപ്പം, നമ്മുടേതായ ആ പുതിയ ദിശയിലേക്ക്.